നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത് അർജന്റീന ഫുട്ബോൾ ലോകം ഭരിക്കുന്ന കാലമാണ്. കുറച്ചധികം കാലമായിട്ട് അവരാണിപ്പോൾ ഫിഫ വേൾഡ് റാങ്കിങ്ങിൽ ഒന്നാമത്. നിലവിലെ ലോക ചാമ്പ്യന്മാരാണ്, നിലവിലെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരാണ്. വീണ്ടും ഇതാ ഒരു കോപ്പ അമേരിക്കയിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ എല്ലാ മത്സരങ്ങളും വിജയിച്ച് ഒറ്റ ഗോൾ പോലും കൺസീഡ് ചെയ്യാതെ ക്വാർട്ടർ ഫൈനലിലെ യോഗ്യത നേടിയിരിക്കുന്നു. 2021 മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതിനു മുമ്പുള്ള അർജന്റീനയുടെ സ്ഥിതി എല്ലാവർക്കും അറിയാം. അവർ ഒരു കിരീടമില്ലാതെ ഏതാണ്ട് 3 പതിറ്റാണ്ടിന് അടുത്ത കാലം വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. എത്ര മഹാരഥന്മാർ ആ കാലയളവിൽ അവർക്ക് വേണ്ടി ബൂട്ട് കെട്ടി പോയിട്ടുണ്ട്. ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ടയെയും ഹെർനാൻ ക്രെസ്പോയെയും റിക്വൽമിയെയും ഒന്നും ആരാധകർക്ക് മറക്കാൻ കഴിയില്ല. അവർക്കാർക്കും ദേശീയ ടീമിനോടൊപ്പം ഒരു കിരീടം പോലും നേടാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അതിനൊക്കെ മാറ്റം വന്നു. ലിയോ മെസ്സി തൻ്റെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിൽ കിരീടങ്ങൾ നേടി. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദുഃഖവും അദ്ദേഹം അങ്ങ് മാറ്റിവെച്ചു. ഒടുവിൽ ലോക ജേതാവായി തിളങ്ങി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അർജന്റീനയും ലോകം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2021 മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകൾ നമ്മൾ നോക്കുകയാണ്. അർജന്റീന എത്രത്തോളം ഡൊമിനേറ്റ് ചെയ്താണ് ലോക ഫുട്ബോളിൽ നിൽക്കുന്നതെന്ന്. 2021 മുതൽ ഇങ്ങോട്ട് അർജന്റീന 49 മത്സരങ്ങൾ കളിച്ചു, 38 വിജയങ്ങൾ, 9 സമനിലകൾ, തോറ്റതോ 2 മത്സരങ്ങളിൽ. അതായത് സക്സസ് റേറ്റ് 83.7%. 104 ഗോളുകൾ അവരടിച്ചപ്പോൾ 21 ഗോളുകൾ മാത്രമേ തിരികെ വാങ്ങിയിട്ടുള്ളൂ. 2021 കോപ്പ അമേരിക്കയിൽ ചാമ്പ്യന്മാരായി. 2022 ഫൈനലിസ്റ്റുമായില് ചാമ്പ്യന്മാരാകുന്നു. വേൾഡ് കപ്പിൽ ചാമ്പ്യന്മാരാകുന്നു. ഇപ്പോഴിതാ 2026 വേൾഡ് കപ്പിലേക്കുള്ള ക്വാളിഫയറിൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് അവരാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 1-ാം സ്ഥാനത്താണ്. 100% സക്സസ് റേറ്റോടെ കോപ്പ അമേരിക്ക 2024 ഇതാ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത ഉറപ്പാക്കുകയും ചെയ്തിരിക്കുന്നു. അതെ, ഇത് അർജന്റീന ലോകം ഭരിക്കുന്ന കാലമാ, ഫുട്ബോൾ ലോകം ഭരിക്കുന്ന കാലമാ. അവരോടൊപ്പമുള്ള ഈ നേട്ടങ്ങളിലൊക്കെ പങ്കാളിയായ വലിയ വിജയങ്ങളിലൊക്കെ ഗോളടിച്ച താരമാണ് അങ്കേൽ ഡി മരിയ. ഒരുപക്ഷെ അദ്ദേഹം വിടവാങ്ങാൻ പോകുന്ന ഘട്ടം കൂടിയാണ്. അദ്ദേഹം ഈ കാലയളവിൽ അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചത് 39 മത്സരങ്ങളായിരുന്നു. ഈ 2021 മുതലുള്ള ഈ സുവർണ കാലഘട്ടത്തിൽ അതിൽ 26 അദ്ദേഹം സ്റ്റാർട്ടറായി. 11 ഗോളുകൾ, 9 അസിസ്റ്റുകൾ, 106 മിനിറ്റ്സ് പെർ പാർട്ടിസിപ്പേഷൻ എന്നീ ഗോളാണ്. 69 ഷോട്ടുകളിൽ 41 ഓൺ ടാർഗറ്റിലേക്ക്, 66 കീ പാസുകൾ, 20 ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു, 70 സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ. അങ്ങനെ ഡി മരിയ പൊളിച്ചടുക്കിയ ഒരു കാലം കൂടിയാണിത് എന്ന് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. കാരണം മെസ്സിയെയാണ് നമ്മളെപ്പോഴും പറയുക. കാരണം മെസ്സി അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസാണ്. പക്ഷെ അതോടൊപ്പം ഡി മരിയയെ കൂടി നമ്മൾ മറക്കാതിരിക്കണം. അർജന്റീന ലോകം ഭരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.